പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരം ആലപ്പി റിപ്പിൾസിനാണ്. തൃശൂർ ടൈറ്റൻസിന്റെ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് 5 വിക്കറ്റ് ജയിക്കുകയും ചെയ്തു. ആ ഇന്നിംഗ്സിൽ ആലപ്പി റിപ്പിൾസിന് ഏറ്റവും നിർണായകമായത് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സാണ്. തുഴയില്ല തൂക്കിയടി എന്നുള്ളതാണ് ആലപ്പി റിപ്പിൾസിന്റെ ടൈറ്റിൽ വാചകം. അപ്പോൾ തുഴയില്ലായിരുന്നു, തൂക്കിയടി മാത്രമായിരുന്നു. 9 സിക്സ്. ആ 9 സിക്സിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇന്നിംഗ്സ്? ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ സിക്സിൻ്റെ എണ്ണം ഞാൻ വെക്കാറില്ല. ഞാൻ ജസ്റ്റ് മെറിറ്റ് അനുസരിച്ച് കളിച്ചെന്നുള്ള എനിക്ക് ബൗണ്ടറി ക്ലിയർ ചെയ്യാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗ്രൗണ്ടിൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ 65 യാർഡ്സേ ഉള്ളൂ. ഏകദേശം ഒരു 62 മീറ്റേഴ്സാണ് കണക്ക്. അപ്പം ക്ലിയർ ചെയ്യാൻ എളുപ്പമാണ്. ആദ്യം ഇനീഷ്യലി കുറച്ച് സെറ്റിൽ ചെയ്യാൻ സമയമെടുത്ത് അതനുസരിച്ച് മെറിറ്റിനനുസരിച്ച് ബാറ്റ് ചെയ്തതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ വാചകത്തോട് നമ്മൾ പൂർണ്ണമായിട്ട് നീതി പുലർത്തി എന്ന് നമുക്ക് പറയാം അല്ലേ? തീർച്ചയായിട്ടും അതല്ല, തുഴയില്ല തൂക്കിയടി മാത്രം. അങ്ങനത്തെ അതൊരു എനിക്ക് തോന്നുന്നു ആദ്യം വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പറയായിരുന്നു, ഇത് എല്ലാവരും ട്രോളും അതാണ് ഇതാണെന്നൊക്കെ പറയായിരുന്നു. അപ്പം ഈ ഹെൽമെറ്റിൽ നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഒരു മെയിൻ ഒരു കോർഡിനേറ്റർ ഒരാൾ ചോദിച്ചു, ഇത് ഫിക്സ് ചെയ്യട്ടെ ഹെൽമെറ്റിൽ കുഴപ്പമാണെന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് കുഴപ്പമായാലും ശ്രദ്ധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതെന്ന് പറയുന്ന പോലെ തുഴയില്ല തൂക്കിയടി മാത്രം. അത് ഇപ്പോൾ എല്ലാവരുടെ വായിലും ഉണ്ട്. അതുകൊണ്ട് അത് ഹിറ്റായി എന്നുള്ളതാണ് മെയിൻ സംഗതി. അത് മാത്രമല്ല ആലപ്പി റിപ്പിൾസിന് ഏറ്റവും അനുയോജ്യമായ ഒരു വാചകമാണ്. ആ വാചകത്തോട് നീതി പുലർത്തുന്ന ഇന്നിംഗ്സാണ് അസറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ക്യാപ്റ്റൻ ഇന്നിംഗ്സ് ഒരു ഭാഗത്ത് വിക്കറ്റ് പോകുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അറ്റാക്ക് ചെയ്ത് കളിക്കുകയും ചെയ്യും. ഒരു ക്യാപ്റ്റൻ ഏത് രീതിയിൽ വിക്കറ്റിന് പിന്നിലും ബാക്കിലും കളിക്കണമെന്ന് അസർ കാണിച്ചിരിക്കും അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ബാറ്റ് ചെയ്ത് ഞാൻ വിനൂപ് ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ വിനൂപിനോട് അത് തന്നെയാണ് പറഞ്ഞത്, കുറച്ചേറെ ഇന്നിങ്സ് പേസ് ചെയ്യാം, മെറിറ്റ് അനുസരിച്ച് കളിച്ചാൽ മതി. എന്തായാലും ഒരു ഓവറിൽ 1-2 ബോൾ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ബോൾ കിട്ടുന്നുണ്ട്. അത് മാത്രം ക്ലിയർ ചെയ്യുക, ബാക്കിയുള്ള ബോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ഈ സ്റ്റാർ സ്പോർട്സ് ഈ മത്സരം ടെലികാസ്റ്റ് ചെയ്യുന്നു. ഒരു IPLന്റെ എല്ലാ ഒരു പ്രതീതിയും കേരള ക്രിക്കറ്റ് ലീഗിൽ ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മൾ ഇമ്പാക്ട് പ്ലെയർ വരുന്നു. മൊത്തത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുണ്ടായിരുന്നു. കാര്യം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മത്സരം കളിച്ചപ്പോൾ എന്തായിരുന്നു മനസ്സിലൂടെ കടന്നുപോയത്? ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും ക്രിക്കറ്റ് വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ മുസ്താഖ് അലിയൊക്കെ പോകുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുക. ഈ ഒരു സെറ്റപ്പിൽ വന്ന് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പ്രഷർ ഒബ്സർവ് ചെയ്ത് ബാറ്റ് ചെയ്യുക. ഇങ്ങനത്തെ സെറ്റപ്പിൽ നമ്മൾ 10 മാച്ച് കളിക്കുമ്പോൾ ഒരു 7 മാച്ച് നമുക്ക് ജയിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ലെവലിൽ കേപ്പബിളാണ്. അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് തന്നു തന്നെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം നമ്മുടെ ടീമിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അടുത്ത കളി തുടങ്ങില്ല തൂക്കിയടിക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഇസ് എ ഫണ്ണി ഗെയിം. വി കാൻ ഒരിക്കലും ഗ്യാരണ്ടി. അതന്നെ, ഇപ്പോൾ 24 വർഷം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ച സച്ചിൻ ടെണ്ടുൽക്കർ റിട്ടയർ ചെയ്യുമ്പോൾ പറഞ്ഞത് ക്രിക്കറ്റ് എപ്പോഴും എൻ്റെ തലക്ക് ഒരു സ്റ്റെപ്പ് മേലെയാണെന്നാണ്. ടെണ്ടുൽക്കറൊക്കെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് താഴെയാണ് ക്രിക്കറ്റ്. അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ എടുത്തില്ല. പിന്നെ പേഴ്സണലി എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ മുംബൈ ആയിട്ട് 37 ഗോൾ 100 അടിച്ച് ഇന്ത്യ മൊത്തം ശ്രദ്ധ നേടി. അടുത്ത മാച്ച് വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ഡൽഹി ആയിട്ട് കളിച്ച് ഫസ്റ്റ് ബോൾ ഔട്ടായ ഒരാളാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഹൈപ്പും അറിയാം താഴോട്ടും അറിയാം. അപ്പം നമ്മൾ ആ ഒരു ലെവലിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും ക്രിക്കറ്റിൻ്റെ മേലെ നമ്മൾ ഒരിക്കലും ഇല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരു ഗെയിമാണിത്. അത് തന്നെയാണ് ഇതിൻ്റെ ബ്യൂട്ടി. എന്തായാലും ടീമിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടുമുണ്ട്, ആളുകളുടെ ഭാഗത്തുള്ള സപ്പോർട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ തന്നെയുള്ള വിന്നിംഗ് മാച്ച് നീ തുടങ്ങണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിന്നിങ് തീർച്ചയായിട്ടും എല്ലാ മാച്ചും നമുക്ക് വിൻ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. അതിലുപരി നമ്മുടെ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുക, ടീമിനെ എപ്പോഴും ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തായാലും തുഴയില്ല തൂക്കിയടിയായിരുന്നു. അടുത്ത മത്സരത്തിലും ഇതേ രീതിയിലൊരു മൊമെൻറ്റം കീപ്പ് ചെയ്യാനാണ് അസറുദ്ദീൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ ആലപ്പി റിപ്പിൾസ് മുമ്പോട്ട് പോകട്ടെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ.